പോയി. എനിക്ക് ബസ് കാണാം. തിരക്കിട്ടില്ലല്ലോ. ബോർഡ്. ആഹാ ആഹാ, ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ. വൃത്തികെട്ടവൻ. ആഹാ, ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ. അതുണ്ട്. ഓ, ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ, ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ദേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ദേ, അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടൊന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര്? ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ചീയേഴ്സ്. ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്. സംജാ? ഒഴിക്ക്. ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ? ഞാൻ നായരല്ല, അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴിക്ക്. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്കേ. ഓ, താങ്ക് യു. ഒഴിക്ക് ഒഴിക്ക്. മോനെ, അച്ചായന്റെ സൽക്കാര നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്. എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ളതാ. ഇവിടെ വേറെ ആൾക്കാരെ? ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗമില്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ബാ. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ. ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാണുണ്ടോ? പോയി മുണ്ടെടുത്തു കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്തു കൊടുക്കാൻ. എന്താണ്? നിങ്ങളുടെ മകനാ ബോർനെന്ന് ഞാൻ കരുതിയിരുന്നേ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർനെന്ന്. മിണ്ടരുത്. സ്റ്റോപ്പ് ഇറ്റ്. ആ ചെറ്റ പെണ്ണ് ഇപ്പൊ എന്താ പറഞ്ഞു പോയത്? എന്റെ ഭാര്യ കയറി ചെറ്റാന്ന് വിളിച്ചിട്ടില്ല, കടിച്ച മോന്തയുടെ ഷേപ്പ് വെച്ചു. അച്ഛനും മോനും കൂടി ഉമ്മ വെച്ച് കളിക്കുക. അമ്മമ്മ കൂടണ്ട. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടോ നിനക്ക്? ആഭാസൻ. അല്ല അമ്മമ്മ, ഉമ്മ ഞാൻ അല്ല. പൊടി. ഞാനുണ്ട്. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ 1 മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇരിപ്പിന് തീർക്കുമല്ലോ. എന്റെ കർത്താവേ, ദരിദ്രവാസി. എന്താ പിറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ. അത് വളരെ നല്ലതല്ല. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ബിയർ ഉണ്ട്. ഏതാ വേണ്ടെന്ന് വെച്ചാ? ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ. അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല. ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന. 2 അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം?
എന്റെ ട്രൗസർ കീറിയെന്നാ തോന്നുന്നു. അച്ചായാ ആ ഏ? ഏ? എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ. ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ വരൂ വരൂ. ഭർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കണമേ. മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ എടുക്കുന്നേ. പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ. അതെ ഇത് പൊങ്ങട്ടെ. നിങ്ങൾ വിചാരിച്ച നടക്കില്ല. നല്ല കട്ടപ്പാര എടുത്തിട്ടു അച്ചല്ലേ. ശരി. അതെ, പിടിച്ചോ. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സ്ട്രെച്ച് കൊണ്ടുപോടാ. കൊണ്ടുവരുന്നു. നിക്ക് ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ അടിയിൽ വെക്ക്. അങ്ങനെ പോട്ടെ. തലക്കടി വെച്ചല്ലോ. ഇനി ഇത് നടുവിന്. ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട് ഐലസ. തള്ളി വിട് തള്ളി വിട് ഐലസ. തള്ളി വിട് ഐലസ. തള്ളി വിട് തള്ളി വിട് ഐലസ. 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 ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. ഈശോയെ, ഇനി എന്താ ചെയ്യാ? Hello friends, I am all right. മോളെ പോവാ. നീയോ? നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? എന്റെ കുഞ്ഞ്. കുഞ്ഞോ? ഏത് കുഞ്ഞ്? എവിടത്തെ കുഞ്ഞ്? എന്ത് കുഞ്ഞ്? എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ദേ വൃത്തിയോടെ പറയരുതട്ടോ. അല്ലെങ്കിൽ തന്നെ നീ കാരണം ഇല്ലാത്ത പുലുവാലി പിടിച്ചിരിക്കാ. ഇനി കുഞ്ഞിന്റെ പേരിലാണ് പുതിയ പരിപാടിയായിട്ട് വരുന്നെങ്കിൽ എന്റെ സ്വഭാവം മാറൂട്ടോ. അയ്യോ, അന്ന് നിങ്ങളുടെ കാറിൽ ഞാൻ എന്റെ മോനെ കൊണ്ടുവന്ന് വെച്ച് അവന്റെ കാര്യം ഞാനീ പറയുന്നത്. ഓ, അത് നിന്റെ കുഞ്ഞായിരുന്നു അല്ലേ? ആദ്യം കുഞ്ഞിനെ ഇങ്ങടെ ഏൽപ്പിക്കുക, പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ്. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കൊള്ളാം. ആ മോഹമോളങ്ങ് മനസ്സിൽ വെച്ചാ മതി. കൊച്ചിനെ കൊണ്ട് അനാഥാലയത്തിലാക്കിണ്ട്. വേണേ അവിടെ പോയി വാങ്ങിച്ചോ. എന്റെ കൊച്ചൊന്നുമില്ല. ഒന്ന് വേഗം പോകാൻ നോക്കിയേ, ആരെങ്കിലും കാണും. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. പവർ കട്ട് പോലെ അടിക്കടി ഭാര്യ പണങ്ങി പോകുമ്പോ ഒരു ഇൻവെർട്ടറിനോട് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അവനും ഒരു ചെറുപ്പക്കാരനല്ലേ? ഞാൻ വിചാരിച്ച പോലെ ഗോപാലകൃഷ്ണൻ അത്ര കുഴപ്പക്കാരനല്ല. ഇത്രയും നല്ല സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കർത്താവേ, കുഴയുന്ന മട്ടാണല്ലോ. ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമല്ലോ. എനിക്ക് കുഞ്ഞിനെ കാണാൻ ധൃതിയായി. ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ. നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്യലാണോ മണി? കുഞ്ഞി അഡ്രസ്സിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാതിരുന്നാ മതിയേ. എന്താ അപകടമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്താ പറയുന്നേ? ഞാൻ പറയുന്ന ഇവളെ അവർ ഒരിക്കലും കാണാൻ പാടില്ല. ആര്? നീ ഇവളെ പുറവശത്ത് ഇറക്കി വിടാൻ നോക്ക്. അല്ലെങ്കിലേ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ. എന്താ എന്താ മോനെ, ഈ അച്ചായൻ പറയുന്നതൊക്കെ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. കാര്യം പറഞ്ഞു. ആ തള്ളയും നിന്റെ ഭാര്യ. ചടി ചടി ചടി. ചാടാനോ?
എന്റെ ഈശ്വരാ, ഒരു കയറുണ്ടായിരുന്നെങ്കിൽ കഴുത്ത് കെട്ടി ഇറക്കായിരുന്നു. സാരി അഴിച്ച്, സാരി അഴിച്ച്. ഇരിക്കാനോ? സാരി അഴിക്ക് പെണ്ണെ. സാരിക്ക് നീളം പറ്റോ? നീ വേണ്ട, മുണ്ട് വെച്ച് കൂട്ടി കെട്ടാം. സാരി അഴിക്ക്. കിട്ടുന്നാവട്ടെ അങ്ങോട്ട്. മാറ്. അല്ല, ഇയാളെന്തീ കിടന്ന് ഡാൻസ് ചെയ്യുന്ന മാറോ? അതെ, ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല. ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശല്യപ്പെടുത്തണ്ട, നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം. സംസാരിച്ച് സമയം കളയാനോ? മാറ അങ്ങോട്ട് വായി നോക്കി. എടാ എടാ, 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 എന്റെ വീട്ടുകാരൻ നിന്റെ സമ്മതം വേണം. അങ്ങോട്ട്. ഈശോയെ, ആന്റി, അമ്മച്ചി, കൊണ്ടാട്ടോ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആരും കാണാതെ നേഴ്സ്. സൂക്ഷിച്ച്, സൂക്ഷിച്ച്. ഞാൻ പിടിച്ചോളാം. എടാ അല്ല, ഞാൻ മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കൈയെടുക്കട. മിണ്ടി പോരുത് വൃത്തികെട്ടവനെ. നിന്നെ പറ്റി ഇവള് പറയുന്നതൊക്കെ സത്യാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മുത്തശ്ശി, ഞാൻ പറയുന്ന ഉം. അയ്യേ, ഇങ്ങനെ നോക്കരുത്. നാനുണ്ടോടാ നിനക്ക്? കുറച്ച്. ഇവളെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ. അപ്പൊ അവൾ ഇല്ലാത്തപ്പോ എന്തായിരിക്കും നിന്റെ സ്ഥിതി? ഏ? മുത്തശ്ശി എന്നെ ഒന്ന് വിശ്വസിക്കൂ. രാധികെ, നീങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്, പ്രോമിസ്. അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തികെട്ടവനാണെന്ന്. പോവാ മോളെ, ഒരു നിവർജ്യം വന്നിരിക്കുന്നു. ഫു. രാധികെ, ഇത്ര വൃത്തികെട്ടവനാണ് അവൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മ വെറുതെ ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. എനിക്കറിയാം അവൻ നിനക്ക് കൈവശം തന്നിട്ടത്. എന്റെ മോളും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടത് നുണയാണെന്നല്ലേ നീ പറയാൻ പോണത്? അമ്മ ഇത്രയും കാര്യമായി പറയണ സ്ഥിതിക്ക് എന്തെങ്കിലും സത്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ കള്ളനെ മോളെ അവൻ. എടാ, ആരുരാന്ന് പറഞ്ഞ അവന് പെട്ടെന്നൊരു അച്ഛൻ ഉണ്ടായത് എങ്ങനെ? അച്ഛനോ? ആ, ഏതച്ഛൻ? എന്നോട് ചോദിക്കണ ഏതച്ഛൻ? രാധിക എവിടെ പോയി? വേറെ എവിടെ പോവാൻ? ഞാൻ തന്നെ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക. കുട്ടിക്ക് ഗോപാലകൃഷ്ണനെ പിരിഞ്ഞേ പറ്റുന്ന അത്ര നിർബന്ധമാണെങ്കിൽ വേറെ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് കോടതി സമൻസ് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഉടനെ വേണം.